ഈ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതികൾക്ക് കോൺഗ്രസ് ഉന്നത നേതൃത്വവുമായുള്ള അവിശുദ്ധ ബന്ധം തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങേയറ്റം ഗൌരവമുള്ളതാണ്. ഭക്തലക്ഷങ്ങളുടെ വികാരമായ ശബരിമലയിലെ സ്വർണ്ണ കവർന്ന കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജുവലറി ഉടമയും കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുമായി അടൂർ പ്രകാശ് MP അടക്കമുള്ള നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ കേരളം ഞെട്ടലോടെയാണ് കാണുന്നത്. അതിസുരക്ഷാ മേഖലയായ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവർക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്തിലാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും വ്യക്തമാക്കണം. 2004 UDF സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ പരികർമ്മിയായി നിയമിച്ചതെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അജയ് തലയെ തുടങ്ങിയവരുമായി ഇവർക്കുണ്ടായിരുന്ന ബന്ധവും അന്വേഷണ പരിധിയിൽ വരുന്നുവെന്നത് നിസ്സാരമല്ല. കേസ് അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുമ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഉന്നതങ്ങൾ ചെയ്യുമ്പോഴും അന്വേഷണത്തിൽ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ബോധപൂർവം ശ്രമിക്കുകയാണ്. സ്വന്തം നേതാക്കൾക്ക് കേസിലുള്ള പങ്ക് വെളിപ്പെടുത്തുമോ എന്ന ഭയമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതികളെ സംരക്ഷിക്കുവാനും അവർക്ക് ഉന്നതങ്ങളിൽ സ്വാധീനം ഉറപ്പാക്കുവാനും കൂട്ടുനിന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയണം. പ്രതികളെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആനയിച്ചവർ ആരാണ്? UDF കൺവീനർ പ്രതിപക്ഷ നേതാവിനും ഇക്കാര്യത്തിൽ മൌനം പാലിക്കാനാവില്ല. കുറ്റവാളികളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചവർ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. അഴിമതിക്കും കൊള്ളയ്ക്കും കുടപിടിക്കുന്ന കോൺഗ്രസ് സംസ്കാരം ഒരിക്കൽ കൂടി ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് മറുപടി പറയണം. സത്യം പുറത്തുവരിക തന്നെ ചെയ്യും. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ശബരിമല സ്വർണ്ണമോഷണ കേസിലെ അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് നീളേണ്ടത് കേവലം രാഷ്ട്രീയമായ ആവശ്യമല്ല, മറിച്ച് ഈ കേസിലെ ദുരൂഹതകൾ നീങ്ങാൻ അത് അനിവാര്യമായതുകൊണ്ടാണ്. അതിനുള്ള കാരണങ്ങൾ വ്യക്തമാണ്. Z+ കാറ്റഗറി സുരക്ഷയുള്ള കർശനമായ പരിശോധനകളുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഒരു പൂജാരിക്കും ജുവലറി ഉടമയ്ക്കും എങ്ങനെ പ്രവേശനം ലഭിച്ചു? ഉന്നതരായ കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശയില്ലാതെ അത് സാധ്യമല്ല. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചതെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കണം. ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തത്? പ്രതികളെ ഡൽഹിയിൽ എത്തിക്കാനും സോണിയാഗാന്ധിയുടെ മുന്നിൽ ഹാജരാക്കുവാനും ഇടനിലനിന്ന് കേരളത്തിലെ ഏതെല്ലാം കോൺഗ്രസ് നേതാക്കളാണെന്ന് തെളിയേണ്ടതായിട്ടുണ്ട്. ഈ ഗൂഢാലോചനയുടെ വേരുകൾ കണ്ടെത്തുവാൻ സോണിയാഗാന്ധിയുടെ മൊഴി നിർണായകമാണ്. രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒന്നാണ്. പ്രതികൾ നൽകിയ മൊഴികളിലും പുറത്തുവന്ന ചിത്രങ്ങളിലും സോണിയാഗാന്ധിയുടെ സാന്നിധ്യം വ്യക്തമായിരിക്കെ പദവി നോക്കാതെ അവരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരികയും ചോദ്യം ചെയ്യുകയും വേണം. ഉന്നതർക്ക് മാത്രം നിയമത്തിന് ഇളവ് നൽകുന്ന രീതി അനുവദിക്കാൻ പാടുള്ളതല്ല. അത് തൃപ്തികരമാണ്. അസംതൃപ്തി ആരും പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. അല്ല, ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെ എല്ലാം ചോദ്യം ചെയ്യൽ നടക്കുകയാണല്ലോ. അസാധാരണമായ സാഹചര്യത്തിൽ മുമ്പ് ഉള്ള ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ചോദ്യം ചെയ്യാമല്ലോ. അപ്പൊ എന്തിനു വേണ്ടിയാണ് അവിടെ വന്നതെന്നുള്ളത് മനസ്സിലാവുമല്ലോ. അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരും ഇതുവരെ പറയാത്തൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതിന് പങ്കുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെങ്കിൽ ആദ്യം അതിനേക്കാൾ തെളിവുള്ളത് അല്ലേ UPA ചെയർമാനായിരുന്ന സോണിയാഗാന്ധിയുടെ കാര്യം. അപ്പൊ ആദ്യം അത് ചോദ്യം ചെയ്തിട്ട് അതിനുശേഷം ഇത് ചോദ്യം ചെയ്യും. ഇറ്റലിയിലുള്ള ഈ സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് ഈ അന്താരാഷ്ട്ര സ്വർണ്ണം ഇങ്ങനെയുള്ള ഈ ആഭരണങ്ങളൊക്കെ കച്ചവടം നടത്തുന്ന ഒരുപാടുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് CPM-ന്റെ മന്ത്രിമാരും ബോർഡും സ്വർണം എടുക്കാൻ സഹായിച്ചു. അത് കടത്താൻ സഹായിച്ചത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. അങ്ങനെ ഈ സ്വർണ്ണ കടത്ത് നടത്തിയ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാമല്ലോ. സുരേന്ദ്രന് അങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന എനിക്കറിയില്ല. എനിക്കതിനെ പറ്റി അറിയില്ല.
BJPക്കാണല്ലോ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ഫണ്ടെല്ലാം കിട്ടിയിരിക്കുന്നത്. അത് ഈ സ്വർണ്ണ ഉരുക്കുന്നവരുടെയും സ്വർണ്ണ നിർമ്മാതാക്കളുടെയും ഒക്കെ കയ്യിൽ നിന്നായിരിക്കും അവർ കിട്ടിയിട്ടുള്ളത്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ ഒരു പ്രശ്നം വന്നല്ലോ, പെട്ടി മാറിപ്പോയത്. അല്ല, അത് രണ്ടും വ്യക്തമല്ലേ. മുഖ്യമന്ത്രി ഒരു ചടങ്ങിലെത്തേക്ക് ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് താക്കോൽ ഏറ്റുവാങ്ങും. എന്നിട്ട് നടന്ന് മുഖ്യമന്ത്രി പോകുന്നു. നടന്നു പോകുന്ന മുഖ്യമന്ത്രി ഈ പോറ്റിയുടെ ചെവിയിൽ പിടിച്ച് സ്നേഹിച്ചായിട്ട് ഒരു ശ്രീനിവാസന, അയാളുടെ പേരെന്താ, സുബ്രഹ്മണ്യം വ്യാജമായിട്ടൊരു പോസ്റ്റ് നടത്തി. അത് പോലീസ് അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇസഡ് കാറ്റഗറിയുള്ള UP അധ്യക്ഷയായിട്ടുള്ള ഒരാളുടെ യാദൃശികമായി അയാൾ മാത്രം പോയെങ്കിൽ കുഴപ്പമില്ല. ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ നമ്പർ 1 പ്രതിയായിട്ടുള്ള സ്വർണ്ണ കച്ചവടക്കാരനോടൊപ്പം ഈ പോറ്റി അവിടെ പോവുകയാണ്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം പോവുകയാണ്. 2 പ്രാവശ്യം പോയ ശേഷം കയ്യിൽ ചരട് കെട്ടുകയാണ്. സ്വർണ്ണ ചരടാണോ മറ്റേ RSS ചരടാണോ എന്നറിയില്ല, എന്തായാലും കെട്ടുകയാണ്. അത് വളരെ ഗൌരവമുള്ള വിഷയമല്ലേ. അതും ഇങ്ങനെ നടന്നു പോകുമ്പോഴുള്ള കാര്യം ഇത് രണ്ടും ഒന്നാവുന്നത് എങ്ങനെയാണ്? അത് പോറ്റി മാത്രം പോയെങ്കിൽ നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം പോറ്റി പോയെന്ന് പറയാം. ഈ സ്വർണ്ണ കച്ചവടക്കാരൻ അവിടെ UP അധ്യക്ഷയുടെ വീട്ടിൽ എന്താ കാര്യം? അതിൽ MP-മാരും കൂടെ ഉണ്ടല്ലോ, കേരളത്തിലെ MP-മാരും. അത് അസാമാന്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയാലേ അവിടെ കയറാൻ വേണ്ടി പറ്റുള്ളൂ. സുരേന്ദ്രൻ പറഞ്ഞവരൊന്നും ഞാൻ പറയുന്നില്ല, അത് അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ.